അപ്പോൾ സ്വാഭാവികമായിട്ടും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. നിങ്ങൾ ചിന്തിക്കും പോലെ ഇത്തരം എക്സാംസുകളിൽ റെയിൽവേ എക്സാംസിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ടാവില്ല. PSUകൾ അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുകളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ വീണ്ടും തുടരുകയാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ PSUസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ISRO വന്നിട്ടുണ്ടായിരുന്നു, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വന്നിട്ടുണ്ടായിരുന്നു, IOCL വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് PSUസുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷനുമായി വന്നിട്ടുള്ളത്. അതായത് വിത്തൗട്ട് ഗേറ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഗേറ്റ് എക്സാമിലൂടെ അല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുമായിട്ട് ഒരുപാട് PSUസുകൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പുതിയ ആളാണ് ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എന്ന് പറയുന്ന BDL. ഇത് ഇന്ത്യൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വരുന്ന മിനി രത്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. മികച്ച സാലറിയോട് കൂടി മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്കാണ് ഇത്തവണ അവസരങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ തുടങ്ങിയ എല്ലാ ബ്രാഞ്ചസുകാർക്കും ഈ ഒരു മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബെസ്റ്റ് സാലറിയോട് കൂടിയുള്ള ഒരു പോസ്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, BDL അഥവാ ഭാരത് ഡൈനാമിക് ലിമിറ്റഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ ആണോ, നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ എന്തെല്ലാമാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഈ BDL അഥവാ ഭാരത് ഡൈനാമിക് ലിമിറ്റഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര പോസ്റ്റ് വരുന്നുണ്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആയിട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവുകൾ വരാനുണ്ടോ? യെസ്, ഇലക്ട്രോണിക്സിൽ 32 ഒഴിവുകൾ, മെക്കാനിക്കലിൽ 27 ഒഴിവുകളുണ്ട്, അതേപോലെ ഇലക്ട്രിക്കലിൽ 6 ഒഴിവുകൾ, കമ്പ്യൂട്ടർ സയൻസിൽ 4 ഒഴിവുകൾ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വേക്കൻസി കൂടുതലുള്ളത് ഇലക്ട്രോണിക്സിലും മെക്കാനിക്കലുമാണ്. അപ്പോൾ ഇലക്ട്രോണിക്സും മെക്കാനിക്കലും കഴിഞ്ഞ ആളുകൾ PSCസിലാണെങ്കിൽ PSCകളിലൊക്കെ എക്സാം കുറവാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, MT എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ട്രെയിനി എന്ന ഒരു അബ്രിവേഷൻ ആണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റലർജിയിൽ 1 ഒഴിവ് വരുന്നുണ്ട്, കെമിക്കലിൽ 1 ഒഴിവും സിവിലിൽ 2 ഒഴിവാണ്. കമ്പാരിറ്റീവ്ലി വേക്കൻസി കുറവാണ് ഈ ബ്രാഞ്ചുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇലക്ട്രോണിക്സിലും മെക്കാനിക്കലും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മികച്ച ഒഴിവുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കെയിൽ ഓഫ് പേ ആണ് ഏറ്റവും അധികം വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. RS 40,000 to 1,40,000 ആണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇൻ ഹാൻഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ CTC ആയിട്ട് പറയുന്നത് 15.55 lakhs ആണ് പറഞ്ഞിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സാലറിയാണ്, മന്ത്ലി 1 lakh എബോവ് സാലറി ലഭിക്കാൻ പോവാണ്. 15.55 lakhs അബ്സോർപ്ഷൻ ഓഫ് മാനേജ്മെന്റ് ട്രെയിനീസ് ഇൻ ഗ്രേഡ് 2 ആസ് അസിസ്റ്റന്റ് മാനേജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15.55 എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സാലറിയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പോസ്റ്റിനെ കുറിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പോസ്റ്റിനെ കുറിച്ച് അറിയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അത് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ്, അത് എത്രത്തോളം മികച്ച സാലറി തരുന്നുണ്ട്, അതേപോലെ അതിന് എത്രത്തോളം സാധ്യതകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഒരു മികച്ച അവസരം തന്നെയാണ്. ഇനി ഇതിൽ ഏജ് ലിമിറ്റ് നമ്മൾ എപ്പോഴും ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഏജ് ലിമിറ്റ് അറിയണം. കാരണം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ അറിയുന്നുണ്ടാവുക ഇതിന് നമ്മൾ എലിജിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിലും EWS കാറ്റഗറി ആണെങ്കിലും 27 ആണ്. ഈ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 25/11/2025 ആ ഒരു ഡേറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു ഡേറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, 27 വയസ്സ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. OBC ആണെങ്കിൽ ഒരു 3 year റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. SC നോക്കുകയാണെങ്കിൽ SCയിൽ ചില കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ 32 വരുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റലർജി ആണെങ്കിൽ 27 വരുന്നുള്ളൂ. സിമിലർലി STയിലാണെങ്കിൽ ഇലക്ട്രോണിക്സിനും മെക്കാനിക്കലിനും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ റിസർവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ ഇലക്ട്രിക്കലിനും കമ്പ്യൂട്ടർ സയൻസിനും എന്തില്ല, റിലാക്സേഷൻ വരുന്നില്ല. സോ ആ രീതിയിലാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. സോ നിങ്ങൾ ഈ ഏജ് ലിമിറ്റുള്ള ആളാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം ലഭിക്കാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതായതുകൊണ്ട് തന്നെ. സോ ഏജ് ലിമിറ്റിനുള്ളിലുള്ള ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എസ്പെഷ്യലി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മികച്ച വേക്കൻസിയോട് കൂടി തന്നെയാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ബ്രാഞ്ചസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എല്ലാത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ല നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ബിടെക് എംടെക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ 60% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ടും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ പലർക്കുള്ള സംശയമാണ് ഈ പെർസെൻറ്റേജ് അല്ല CGPA ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു ഫോർമുല ഉണ്ടാവും. അതായത് CGPA പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഒരു ഫോർമുല നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റി ഫോർമുല പ്രകാരം നിങ്ങൾ 60% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏജ് ലിമിറ്റും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡിങ് മാർക്ക് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. നിങ്ങൾ ചിന്തിക്കും പോലെ ഇത്തരം എക്സാംസുകളിൽ റെയിൽവേ എക്സാംസിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്കിടയിലായിരിക്കും കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. ഇനി ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 3rd December, അതായത് December 3rd മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 29th December 4 PM വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ടെൻറ്റേറ്റീവ് ഡേറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ്. അതായത് ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് വിത്തിൻ 1 month എക്സാം നടക്കുകയാണ്. ഇതാണ് പൊതുവെ PSUകളുടെ ട്രെൻഡ്. അതായത് നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ട് കാലങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് 11th January 2026 സൺഡേ പറഞ്ഞിരിക്കുന്നത്. ഹവർ ദ എക്സാക്ട് ഡേറ്റ് ഓഫ് CBOT or interview will be hosted in the company website എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡേറ്റിൽ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് എക്സാക്ട് ഈ ഒരു ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, കണ്ടക്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് എക്സാക്ട് ഈ ഒരു ഡേറ്റിൽ തന്നെ കണ്ടക്ട് ചെയ്യണം നിർബന്ധമില്ല, ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ PSUസിൽ നിങ്ങൾ മനസ്സിലാക്കുക, വെറും 1 മാസത്തിനുള്ളിൽ എക്സാം കണ്ടക്ട് ചെയ്യാണല്ലേ. അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ അപ്പായി 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 1 മന്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഒരു 45 ഡേയ്സേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതും കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം 11th January ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യുക, അതിനുവേണ്ടി പഠിക്കുക. പുതുതായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള ഒരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഇല്ല. എന്നാൽ ഓൾറെഡി നിങ്ങൾ പല എക്സാംസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ട്രൈ ചെയ്യാം. മാത്രമല്ല വലിയൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണലി പറയാനുള്ളത്, ഈ PSUസുകളെല്ലാം എങ്ങനെയാണ്, എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, ഉടനെ എക്സാം നടക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ PSUവിന് പഠിച്ചു തുടങ്ങിയിട്ട് അഥവാ ഇത് ക്രാക്ക് ചെയ്തില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ അടുത്ത PSU എക്സാംസ് വരുന്നുണ്ടാവും. ഇതൊരു സീരീസ് ഓഫ് എക്സാംസ് ആയിട്ട് കഴിഞ്ഞ ഒരു വർഷം ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ അടുത്ത എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് മറ്റേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാംസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് എക്സാംസുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും ഇതേപോലെ തന്നെ ഒരുപാട് PSU എക്സാംസുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. സോ PSUസിൻ്റെ കോഴ്സ് നമ്മൾ ഓൾറെഡി എൻട്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസ് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 ക്വസ്റ്റ്യൻ ആണ്. അതിൽ 100 ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ഉണ്ടാവും. അതേപോലെ 50 ക്വസ്റ്റ്യൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ആയിരിക്കും വരിക. അപ്പോൾ ടോട്ടൽ 150 ആയിരിക്കും. ഇത് നിങ്ങളുടെ ബിടെക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. ഇത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിലാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഓഫ് 150 ക്വസ്റ്റ്യൻസ് പ്ലസ് ഇന്റർവ്യൂ കൂടി ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നുണ്ടാവുക. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോട് കൂടി 1 month പ്ലാൻ ചെയ്ത് പഠിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി എൻട്രിയിൽ PSU ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PSU കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.